നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ക്രസന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂളിന് കീഴിൽ അവാർഡ് ഡേ സംഘടിപ്പിച്ചു. കേരള ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എത്ര LP UP സ്കൂളുകളുണ്ട്? അപ്പോൾ ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അതാത് കാലത്തെ സർക്കാരുകൾ കഴിഞ്ഞിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിൽ. അവിടെയാണ് അന്യമതസ്ഥരെ കൂടി ആ മദ്രസകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ബൗദ്ധിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ആ നാട്ടിലെ മതനേതാക്കൾ ശ്രമിച്ചത്. അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല അവിടെ വിദ്യാഭ്യാസം നൽകിയത്. പക്ഷെ മതപഠനങ്ങൾ എന്നുള്ളത് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പരിമിതപ്പെടുത്തിയോടൊപ്പം തന്നെ മറ്റുള്ള പാഠ്യപദ്ധതികളിൽ അവരെ കൂടി പങ്കാളികളാക്കി ഒരു മദ്രസയ്ക്ക് ഒരു സൗകര്യമുണ്ടെങ്കിൽ അതിൽ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടാണെന്ന് ആ രീതിയിൽ ആ ഭാഗത്തൊക്കെ തന്നെയുള്ള മത നേതാക്കൾ അത്തരത്തിൽ തീരുമാനമെടുക്കുകയും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുകയും ചെയ്തു. ഡയറക്ടർ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ഷിയാഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ നടന്ന കലാകായിക ശാസ്ത്രമേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിവിധ മത്സര ഇനങ്ങളിലായി വിജയിച്ച 100-ലധികം വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. ചടങ്ങിൽ സ്കൂൾ ഡ്രൈവേഴ്സിനെ മന്ത്രി ആദരിച്ചു. താന്നാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറസാഖ്, സ്കൂൾ PTA പ്രസിഡന്റ് ഉസ്മാൻ ഹാജി, മാനേജർ അബ്ദുസലാം അഹ്സനി, പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് നിസാമി തുടങ്ങിയവർ പങ്കെടുത്തു. TVN ന്യൂസ്, താന്നാളൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500-ൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.